Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയും. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി രൂപം കൊണ്ടതും അതുമായി ബന്ധപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിന്റെ റോളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണോ അല്ലയോ? ഇന്ത്യൻ നാഷണൽ ആർമി ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് അല്ലെങ്കിൽ രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് അല്ല. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നതിന് മുന്നേ ഇത് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്നാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപം കൊള്ളുന്നത് 1942 സ്ഥാപിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് റാഷ് ബിഹാരി ബോസ് ആണ്. ഒന്ന് ഓർത്തിക്കുക, 1942 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരിലാണ് ഇത് ആദ്യം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1942 സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് റാഷ് ബിഹാരി ഘോഷ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1907 സമ്മേളനത്തിൽ റാഷ് ബിഹാരി ഘോഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് റാഷ് ബിഹാരി ബോസ് ആണ് ഓർമ്മിക്കുക. ഇവർ രണ്ടു കൂട്ടരും കൂടിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത്. 1942 സ്ഥാപിക്കുന്നത്. ഇദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അദ്ദേഹം കൂടിയാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ തടങ്കലിലിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ, അതിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ, അതുകൂടെ നാട് കടത്തിയ ആളുകൾ, യുദ്ധത്തടവുരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സിംഗപ്പൂരിൽ വെച്ച് സ്ഥാപിച്ച് ക്യാപ്റ്റൻ മോഹൻ സിംഗ് റാഷ് ബിഹാരി ബോസും കൂടി സ്ഥാപിച്ചത് 1942 എന്ന് പറയുന്നത്. അതിനുശേഷം 1943 കാലഘട്ടമായപ്പോൾ ഈ ആർമി ഫോളോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോകാൻ പോകാത്തൊരവസ്ഥ വരികയാണ്. കൃത്യമായിട്ടുള്ള വെപ്പൺസ് കിട്ടുന്നില്ല, ആയുധങ്ങളും മറ്റു വെടിക്കോപ്പുകളും കിട്ടുന്നില്ല, നല്ലൊരു തന്ത്രം മെനയാൻ കഴിയുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് പോരാടുന്ന ഒരു നല്ല ക്യാപ്റ്റന്മാരെ കിട്ടുന്നില്ല, നല്ല കമാൻഡർമാരെ കിട്ടുന്നില്ല, തുടങ്ങിയ ഒരുപാട് കാര്യം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, തുടങ്ങിയ ഒരുപാട് ഫിനാൻഷ്യൽ ബർഡൻ, ഇതെല്ലാം ഇവരെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആർമി ഒരു ഡിസ്ബാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്ന കാലഘട്ടത്താണ് സുഭാഷ് ചന്ദ്രബോസ് വന്ന് ഏറ്റെടുക്കുന്നത്. റാഷ് ബിഹാരി ബോസ് ആണത് സുഭാഷ് ചന്ദ്രബോസിന് ഈ ആർമി കൈമാറുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന ഈ ആർമി, ഈ ബാൻഡ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുന്നു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് 1943 ആണ്. അതിനുശേഷം സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഏറ്റെടുക്കുകയും അതിന് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന പേരിലേക്ക് മാറ്റും. പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു എന്ന് ഓർക്കുക. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാനത്തേക്ക് വരുന്ന 1943. അതിനു മുന്നേ അത് ക്യാപ്റ്റൻ മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും കൂടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരിലായിരുന്നു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തതിനു ശേഷം ആസാദ് ഹിന്ദ് ഫൗജ് അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് ഒന്നും കൂടി വളരെ വിപുലമാക്കുന്നു, ഒന്നും കൂടി കൂടുതൽ ആളുകളെ കൂട്ടിച്ചേർന്നു, വെപ്പൺസും മറ്റു കാര്യങ്ങളും കൂടുതൽ ആഡ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒന്നുകൂടി വളരെ വിപുലമായ ആർമിയാക്കുകയും ഇതിനൊരു വനിതാ റെജിമെന്റ് പോലും സ്ഥാപിക്കുന്നു, സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിക്കുന്നു. ആ വനിതാ റെജിമെന്റിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ് എന്ന് പറഞ്ഞു. ഝാൻസി റാണി അല്ലെങ്കിൽ ഝാൻസി റെജിമെന്റ് എന്ന് പറഞ്ഞു. അതിന്റെ തലസ്ഥാനത്ത് ആ ഝാൻസി റെജിമെന്റിന്റെ ക്യാപ്റ്റനായി വരുന്നതാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാൾ ആയിരുന്നു ഈ ഝാൻസി റെജിമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്ന സംഭവം ഓർത്തിക്കുക. ക്യാപ്റ്റൻ ലക്ഷ്മി സെഗാൾ എന്ന് ഓർത്തിക്കുക. ഇവർക്ക് കഥം ബൊജാഗോ എന്ന് പറയുന്ന ഒരു പടയണി ഗാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു ഒരു ത്രിവർണ പതാക കൂടി ആർക്കുന്ന ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഉണ്ടായിരുന്നു. ത്രിവർണ പതാക, ആ പതാകയുടെ നടുക്ക് ഒരു ചാടുന്ന കടുവ, ആ രീതിയിൽ ത്രിവർണ പതാകയും ആർക്കുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഉണ്ടായിരുന്നു. പടയണി ഗാനം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച ആ ഒരു ഘടകം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? കേവലം 1,00,000 വളരെ താഴെ മാത്രം അംഗസംഖ്യയുള്ള ഇന്ത്യൻ നാഷണൽ ആർമി വെച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാനോ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മെനഞ്ഞ ഒരു തന്ത്രമായിരുന്നു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കാലഘട്ടം 1942 കാലഘട്ടം സെക്കൻഡ് വേൾഡ് വാർ കൊടിപിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സെക്കൻഡ് വേൾഡ് വാർ അതിന്റെ അങ്ങേയറ്റത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജപ്പാൻ, ജർമ്മനി, ഇറ്റലി വളരെ ശക്തമായി തന്നെ ബ്രിട്ടനെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ ബ്രിട്ടന്റെ ശത്രുവാണ് ആര്? ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. അതേസമയം ബ്രിട്ടന്റെ മറ്റൊരു ശത്രുവാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നു? വളരെ രഹസ്യമായി തന്നെ അദ്ദേഹം എവിടെത്തുന്നു? ജർമ്മനിയിലെത്തുന്നു. ഹിറ്റ്ലറെ കാണുന്നു. ജപ്പാൻ തലവനായിട്ടുള്ള അന്നത്തെ നാസിസം, ഫാസിസം അറിയാലോ, മുസോളിനി, ബെനിറ്റോ മുസോളിനി, അതോടൊപ്പം ഹിറ്റ്ലർ, ഇവരെല്ലാം കണ്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ച് അവരുടെ സഹായത്തോടു കൂടി അവരുടെ അലയനായി നിന്നുകൊണ്ട്, അവരുടെ പങ്കാളിയായി നിന്നുകൊണ്ട് ബ്രിട്ടനെ ആക്രമിച്ച്
ബ്രിട്ടനെ ആക്രമിച്ച് ബ്രിട്ടന്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുകൂടി അവരുടെ കൂടെ അദ്ദേഹം കൂടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഓഗസ്റ്റ് ജയിലുണ്ട്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അറസ്റ്റ് ചെയ്ത് തടങ്കലിടുന്നുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അദ്ദേഹം വ്യാജ പേരുകളൊക്കെ ഞാൻ പറഞ്ഞാൽ അവിടെ രക്ഷപ്പെട്ടാണ് അദ്ദേഹം വീണ്ടും ഈ ആർമിയിൽ ചേർന്ന ആർമിയെ വിപുലപ്പെടുത്തി ജപ്പാൻ സൈന്യത്തിന്റെ കൂടെ അദ്ദേഹം ബ്രിട്ടനെ ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിച്ച അദ്ദേഹം നമ്മുടെ മണിപ്പൂരിലുള്ള ഒരു ബൗദോക്ക് എന്ന് പറയുന്ന മൗദൂക്ക് എന്ന ഒരു സ്ഥലം ജപ്പാന്റെ സഹായത്തോടെ പിടിച്ചെടുക്കുകയും ജപ്പാന്റെ സൈന്യം മൗദൂക്ക് എന്ന മണിപ്പൂരിലെ സ്ഥലം പിടിച്ചെടുക്കുകയും നേരെ ഇന്ത്യയിലേക്ക് അദ്ദേഹം ആക്രമിച്ച് കയറുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ, ഓഗസ്റ്റ് 3 നാഗസാക്കി എന്തുണ്ടാകുന്നു? ഹിരോഷിമയിലും നാഗസാക്കിയിലും അറ്റം ബോംബിടുകയും സെക്കൻഡ് വേൾഡ് വാർ അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്ത് എല്ലാ ജപ്പാനീസ് അല്ലെങ്കിൽ ഇറ്റലി, ജർമ്മനി ആർമികളെല്ലാം ബ്രിട്ടന്റെ കീഴിൽ പരാജയപ്പെടുകയും അവരെ തകർന്നടിക്കും. അതിനോടൊപ്പം ആരും പരാജയപ്പെടുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി പരാജയപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഈ മറ്റ് അലയൻസിനെ കൂടെ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കാവുന്ന ആ ഒരു ലക്ഷ്യം പരിപൂർണതയിൽ എത്താതെ പകുതി അവർ കീഴടക്കുമ്പോൾ ഈ നാസി പാർട്ടികളും അല്ലെങ്കിൽ നമ്മുടെ ജപ്പാൻ, ജർമ്മനി, ഇറ്റലി ഈ അലയൻസ് എല്ലാം ബ്രിട്ടന്റെ മുന്നിൽ പരാജയപ്പെട്ടപ്പോൾ കീഴടങ്ങിയപ്പോൾ അതിനോടൊപ്പം ആരും കീഴടങ്ങി? ഇന്ത്യൻ നാഷണൽ ആർമിയും കീഴടങ്ങുകയാണ് ചെയ്തത്. ഇതിനിടയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെയുള്ള മൗദൂക്ക് എന്ന സ്ഥലം കീഴടക്കുകയും അതോടൊപ്പം തന്നെ ജപ്പാൻ അന്ന് സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടനിൽ പിടിച്ചെടുത്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് നൽകുകയും അവിടെ ഒരു താൽക്കാലിക ഗവൺമെന്റും, അത് സിംഗപ്പൂരിലും അദ്ദേഹം ഉണ്ടാക്കുന്നത്, മണിപ്പൂരിൽ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അദ്ദേഹം താൽക്കാലിക ഗവൺമെന്റ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിന്നീട് എന്താക്കുന്നു? ഷഹീദ് സ്വരാജ് എന്ന് പറയുന്നത് സ്വരാജ് ദ്വീപുകൾ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആ ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്ന രീതിയാണ്. അതിനുശേഷം 1945 സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ച് ഇവരെല്ലാം കീഴടങ്ങി. അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ ആർമി കീഴടങ്ങി. സുഭാഷ് ചന്ദ്രബോസ് ജപ്പാൻ ഭരണാധികാരികളുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ബാക്കി ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇവരും ഇവിടെ മുന്നിൽ പരിപൂർണമായും കീഴടങ്ങണം, അത് ഫൈറ്റ് ചെയ്യണം, ജപ്പാനുമായി ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടുന്ന് ടോക്കിയോയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം 1945 ഓഗസ്റ്റ് 18 ഓഗസ്റ്റ് 18 ജപ്പാനിലേക്കുള്ള യാത്ര തായ്ഹോക്ക് വിമാനത്താവളത്തിൽ വെച്ച് വിമാനം കത്തിപ്പടരുകയും പൊട്ടിത്തെറിക്കുകയും അതിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും കൂടി പറയപ്പെടുന്നു. അതിനുള്ള ആ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വിമാനത്താവളത്തിൽ വിമാനം കത്തിച്ചാമ്പലാകുന്നു, അതിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു വിഭാഗം വിശ്വസിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പല നാട്ടിലും പോയി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ഉത്തർപ്രദേശിലെ ഒരു ഭഗവൻജി എന്ന സ്വാമിയായിട്ട് അദ്ദേഹം ജീവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇങ്ങനൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഡിസപ്പിയറൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉണ്ടായത്. അതോടുകൂടി സുഭാഷ് ചന്ദ്രബോസിന്റെ കഥ അവിടെ പരിപൂർണമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ചോ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ കരുതപ്പെടുന്നു, അതല്ല അദ്ദേഹം അവിടെ രക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. ഇത് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 3 കമ്മീഷൻ വെക്കുന്നുണ്ട്. ഒന്ന് മുഖർജി കമ്മീഷനാണ്. ഏതാണ്? മുഖർജി കമ്മീഷൻ. മറ്റൊന്ന് ഷാനവാസ് കമ്മീഷനാണ്. മറ്റൊന്ന് കോസല കമ്മീഷൻ. ഏതാണ്? കോസല കമ്മീഷൻ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് 3 കമ്മീഷൻസ് ആണ് പോകുന്നത്. 1 മുഖർജി കമ്മീഷൻ, 2 ഗോസല കമ്മീഷൻ, 3 ഷാനവാസ് കമ്മീഷൻ. ഇങ്ങനെ 3 കമ്മീഷനും സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് കാര്യം കൂടി ഓർത്തുക. അപ്പൊ ഇത്രയാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ INA ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് INA ട്രയൽ കൂടിയുണ്ട്. INA ട്രയൽ എന്ന് പറയുന്നത് INA ട്രയൽ വെച്ചാൽ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ എല്ലാവരും പരാജയപ്പെട്ടു. നമ്മൾ പറയാം ഇന്ത്യൻ നാഷണൽ ആർമിയും പരാജയപ്പെട്ട് കീഴടങ്ങി. അപ്പൊ അതിലുണ്ടായിരുന്ന ബാക്കി വരുന്ന യുദ്ധ തടവുകാരെ, ബാക്കി ഉണ്ടാകുന്ന ആർമി തലവന്മാർ അല്ലെങ്കിൽ ആർമി സോൾജേഴ്സിനെല്ലാം ഇന്ത്യയിൽ വെച്ച് ബ്രിട്ടൻ വിചാരണ ചെയ്യുന്നു. അതിനാണ് നമ്മൾ INA ട്രയൽ എന്ന് പറയുന്നത്. INA ട്രയൽ ശരിയായാലും റെഡ് ഫോർട്ടിൽ, നമ്മുടെ ചെങ്കോട്ടയിൽ വെച്ചാണ് INA ട്രയൽ നടക്കുന്നത്. ഈ റെഡ് ഫോർട്ടിൽ വെച്ച് INA ട്രയൽ നടന്ന് കുറെ ആളുകളെ ഇവിടെ നാടുകൾ, ആൻഡമാൻ നിക്കോബാറിലേക്ക് നാടുകളന്നു, ബർമയിലേക്ക് നാടുകളന്നു. കുറെ ആളുകൾ, വളരെ പ്രധാനപ്പെട്ട കുറെ ആളുകൾ ഇന്ത്യയിൽ വെച്ച് തന്നെ തൂക്കിക്കൊല ചെയ്യുന്നു. അതിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് പ്രേം സഗാൾ എന്ന് പറയുന്നത്, മറ്റൊന്ന് ഗുരുബക്ഷ് സിംഗ് ദില്ലൻ ആൻഡ് ഷാനവാസ് ഖാൻ. ഇങ്ങനെ 3 വളരെ പ്രധാനപ്പെട്ട 3 ആർമി ക്യാപ്റ്റന്മാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ വെച്ച് തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു. ഇതെല്ലാം INA ട്രയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രേം സഗാൾ ഉണ്ട്, ഗുരുബക്ഷ് സിംഗ് ദില്ലുണ്ട്, അതോടൊപ്പം തന്നെ ഷാനവാസ് ഖാൻ. 3 ആളുകളെ ഇന്ത്യയിൽ വെച്ച് തൂക്കിക്കൊല്ലുന്നു. കുറെ ആളുകൾ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാട് കടന്നു, മറ്റു ചില ബർമയിലേക്ക് നാട് കടന്നു, തടവുകാരാക്കി വെക്കുന്നു. ഇതെല്ലാം INA ട്രയലുമായി ബന്ധപ്പെടാം. ഡൽഹിയിലെ
ചെങ്കോട്ടയിൽ വെച്ച് റെഡ് ഫോർട്ടിൽ വെച്ചാണ് എന്ത് നടത്തുന്നത്, വിചാരണ നടത്തുന്നത്. ഓർത്ത് നോക്കിയ ഈ ആധുനിക കാലഘട്ടത്തിൽ റെഡ് ഫോർട്ടിൽ വെച്ച് ചെങ്കോട്ടയിൽ വെച്ച് 3 വിചാരണകളാണ് നടന്നത്. ഏതാണെന്ന് പറയാം. ഒന്ന് INA ട്രയൽ നടക്കുന്നത് റെഡ് ഫോർട്ടിൽ വെച്ചാണ്. രണ്ടാമത് ഗാന്ധിവധത്തിന്റെ ട്രയൽ നടക്കുന്നത് റെഡ് ഫോർട്ടിലാണ്. ദെൻ മൂന്നാമത് റീസെന്റ് അടുത്ത കാലത്ത് നമുക്കറിയാം അജ്മൽ കസബ്, നമ്മുടെ മുംബൈ അറ്റാക്ക്, ആ ട്രയൽ നടക്കുന്ന റെഡ് ഫോർട്ടിലാണ്. അങ്ങനെ 3 ട്രയലുകളാണ് അവിടെ വെച്ച് നടക്കുന്നത്, റെഡ് ഫോർട്ടിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിക്കുക. ഇനി ഇതിനോട് ചേർത്ത് നമുക്കുണ്ട് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു ചെറിയ ബന്ധമുണ്ട്. ഓർത്ത് വയ്ക്കാം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർത്തിക്കുന്നത് 1938 1938 സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. 1930 ഏത് സെഷനായിരുന്നു? ത്രിപുരി സെഷൻ. കിട്ടിയ ത്രിപുരി സെഷൻ, കിട്ടിയ ഹരിപുര സെഷൻ, ത്രിപുരി അല്ല ഹരിപുര സെഷൻ. ഹരിപുര സെഷൻ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യത്തെ. ഹരിപുര എന്ന് പറഞ്ഞ എവിടെയാണ്? ഗുജറാത്തിൽ വെച്ചാണ്, ഗുജറാത്ത്. അത് കഴിഞ്ഞാൽ 1939 കിട്ടിയ 38 അദ്ദേഹം ഹരിപുര സെഷനിൽ വെച്ച് അദ്ദേഹം ഗുജറാത്തിന്റെ ഹരിപുര സെഷനിൽ വെച്ച് അദ്ദേഹം INC പ്രസിഡന്റ് ആകുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡറായ ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അദ്ദേഹം രാജിവെക്കുന്നു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭിന്നത ഉണ്ടായി. ആദ്യമായി തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ ഗാന്ധിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി 1939 ത്രിപുരി സെഷൻ. ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മറ്റത് ഹരിപുര ഗുജറാത്ത്, ത്രിപുരി മധ്യപ്രദേശ്. ഈ ത്രിപുരി സെഷനിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായിട്ട് ആര് മാറുന്നു? സുഭാഷ് ചന്ദ്രബോസ് മാറുന്നു എന്നാണ്. അതിനുശേഷം വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അദ്ദേഹം അഭിപ്രായ വിനിമയം ഉണ്ടാകുകയും ഗാന്ധിജിയുമായി അഭിപ്രായ വിനിമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പരിപൂർണമായി രാജിവെക്കുകയും 1939 അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി, ദാറ്റ് ഈസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആര്? സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. 39. അത് കഴിഞ്ഞാൽ പിന്നെ 43 വരെയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടം, 45 വരെയുള്ള കാലഘട്ടം. ഇതോടുകൂടി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് ഓർത്തുവയ്ക്കുക. അദ്ദേഹം ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്താണ് അന്നത്തെ ഒരു ജർമ്മൻ ഓസ്ട്രിയൻ വനിതയായ എമിലി ഷെങ്കലിനെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ആരാണ്? എമിലി ഷെങ്കൽ. അതിലൊരു അനിത ബോസ് എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയും ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട കോട്ടുകളൊക്കെ ഉണ്ട്. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ദില്ലി ചലോ എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേതാജി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചായിരുന്നു. ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തെ നേതാജി എന്ന് വിശേഷിച്ചു. തിരിച്ച് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതുമാരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഓർത്തിക്കുക. ഗിവ് മീ ബ്ലഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്നെല്ലാം പറഞ്ഞാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. വളരെ പ്രശസ്തമായിട്ട 2 ബുക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസിന്. ഒന്ന് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്നത്, മറ്റൊന്ന് ഇന്ത്യൻ സ്ട്രഗിൾ പരിപൂർണമായി എഴുതി തീർന്ന പബ്ലിഷ് ചെയ്ത ഒരു ബുക്കായിരുന്നു. അതേസമയം ഒരു അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്ന് പറയുന്ന ബുക്ക്. ഇങ്ങനെ 2 പുസ്തകങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയും തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുകിട്ടാം. അതുവരെ എല്ലാവർക്കും